നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ഇവയ്ക്കെല്ലാം കാരണം നമ്മുടെ പൂർവ്വജന്മം കർമ്മഫലമാണെന്നാണ് നാം ഒട്ടുമിക്കവരും ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ശരിയാണ് താൻ. എന്നാൽ നമ്മൾ മിക്കവരും ചോദിക്കാറുണ്ട്, നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മകൾ, അതായത് നമ്മൾ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും അത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും നാം എന്തിന് ഇത്രയധികം പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലം അനുഭവിക്കണം എന്ന് ഒട്ടുമിക്കവരും ചോദിക്കാറുണ്ട്. നാം ജനിക്കുമ്പോൾ തന്നെ, അതായത് ഒരു കുട്ടി, അവനിൽ എല്ലാ കഴിവുകളും എല്ലാ ശക്തികളും ദൈവിക ശക്തികളും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ആദ്യം ഓർക്കുക. നാം ഒക്കെ പറയാറില്ലേ, കൊച്ചു പിള്ളേരെ ചവിട്ടരുത്, കാല് തട്ടരുത്, അവരിൽ ദൈവമുണ്ട് എന്നുള്ള കൺസെപ്റ്റൊക്കെ. അതൊക്കെ ഒരു തരത്തിൽ ദൈവികമായിട്ടുള്ള ആ ഒരു ചൈതന്യമാണ് ആ കുട്ടികളിൽ ഉണ്ടാകുന്നത്. നാം ആ കുട്ടീനെ വളർത്തുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചുറ്റുപാട്, അത് നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക വീടുകളും ഒരു 75% കുടുംബാന്തരീക്ഷം കൂടുതൽ മൾട്ടിപ്ലൈ ആയിട്ടുള്ള, അതായത് യാന്ത്രിക ലോകത്ത് ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുട്ടി വളരും തോറും അവനിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ ഈ ഒരു ശക്തിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ദൈവികമായിട്ടുള്ള ആ ശക്തിയെ വികാരങ്ങളിൽ അടിമപ്പെടുത്തി പൂർണ്ണമായിട്ടും ആ ശക്തിയെ ആ കുട്ടി ലോപിപ്പെടുന്നു. അങ്ങനെ ലോപിക്കപ്പെടുമ്പോൾ നമുക്ക് പഴയ ജന്മത്തെ, പൂർവ്വജന്മത്തെ പറ്റിയുള്ള അറിവുകൾ ഇല്ലാതാവുന്നു. പക്ഷേ ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു, നല്ലതായാലും ചീത്തയായാലും. നാം ബൗദ്ധമതത്തിൽ നമുക്ക് കാണാറുണ്ട്, ലാമയെ വളർത്തുന്ന വിധം പൂർണ്ണമായിട്ടും സാത്വികമായിട്ടുള്ള രീതിയിലാണ് ലാമ എന്നുള്ള കൊച്ചു കുട്ടിയെ അവർ വളർത്തുന്നത്. പൂർണ്ണമായിട്ടും മതം അല്ലെങ്കിൽ അവരുടെ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കലരുന്ന ആ ഒരു ചുറ്റുപാടിൽ മാത്രമേ ആ ലാമ എന്നുള്ള കുട്ടിയെ വളർത്തുന്നുള്ളൂ. ഈവൻ കളിപ്പാട്ടമായാൽ തന്നെയും മറ്റ് വിദ്യാഭ്യാസ രീതിയാണെങ്കിൽ തന്നെയും പുറം ലോകം എന്നുള്ള കൺസെപ്റ്റിൽ വരാതെ പൂർണ്ണമായിട്ടും ആ ഭൗതിക തത്വത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ കുട്ടിയെ വളർത്തുമ്പോൾ ആ ദൈവിക തത്വം എപ്പോഴും ആ കുട്ടിയിൽ വസിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി വളരും തോറും പൂർവ്വജന്മത്തെ പറ്റിയുള്ള പൂർണ്ണ ഗ്രഹണം എവിടെയാണ്, എന്താണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം ആ കുട്ടിയിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ ലാമയെ പറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടു കാണും. പൂർവ്വജന്മത്തെ പറ്റിയുള്ള, പൂർവ്വജന്മത്തിൽ എവിടെ ജനിച്ചു, എവിടെയാണ് തപസ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നെല്ലാം ആ കുട്ടി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യുന്നു. അത് ശരിയായി ഭവിക്കുന്നു. സോ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഈ വികാരത്തിൻ്റെ ഉറവിടമാണ് നാം പൂർവ്വജന്മത്തെ അറിയാതെ പോകുന്നത്. പിന്നെ നാം മെഡിറ്റേഷൻ ചെയ്ത് ദൈവികമായ രീതിയിൽ ഉപചാരങ്ങൾ ചെയ്ത് വീണ്ടെടുക്കുന്ന ശക്തിയെ ആ പൂർവ്വജന്മത്തിലേക്ക് നാം കടക്കുകയും ചെയ്യുന്നു. നാം ഉപചാരങ്ങളും യോഗയും ചെയ്യുന്നത് വഴി നമ്മളിൽ ഉണ്ടാവുന്ന ശക്തി വൈഭവവും പൂർവ്വജന്മത്തെ, നമ്മുടെ ആ ചെറുപ്പത്തിൽ ലോപിച്ചു പോയ ആ ശക്തിയെ നമുക്ക് വീണ്ടെടുക്കുന്നു. അപ്പോൾ നമുക്ക് പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, ആരായിരുന്നു, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രവുമല്ല, നാം ഉപചാരങ്ങൾ ചെയ്യുന്നത് വഴി, ഉപാസനകൾ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന സിദ്ധികൾ, അത് അഷ്ടമസിദ്ധി. ഈ സിദ്ധി നമുക്ക് പലതരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള കഴിവുകൾ മനുഷ്യരിൽ ഉടലെടുക്കുന്നു. അതാണ് ഞാൻ ഓരോ എപ്പിസോഡിലും നിങ്ങളോട് പറയുന്നത്. നമുക്ക് എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ ഉണർത്തുക. ആ ഉണർത്തുന്ന വിധം എന്ന് പറഞ്ഞാൽ ഉപചാരങ്ങൾ, ഇഷ്ടദേവനെ പഞ്ചോപചാരം അല്ലെങ്കിൽ ഷഡോപചാരം ചെയ്ത് ധ്യാനത്തിലൂടെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ വളരുന്ന ശക്തിയെ നമ്മൾ അഷ്ടമസിദ്ധിയോടുകൂടി നമുക്ക് എല്ലാ ശക്തികളും വീണ്ടെടുക്കാൻ നമുക്ക് കൊണ്ടേ കഴിയുന്നു. സോ ആ ഒരു രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ലോപിക്കപ്പെട്ട പല തത്വങ്ങളും വീണ്ടെടുത്ത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക്, അതായത് കഷ്ടപ്പാടും ദുരിതവും കടവും ഒന്ന് മാറ്റുന്ന ഒരു യുഗത്തിലേക്കെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഡിഫറെൻ്റ് വേൾഡാണ് ഇതെല്ലാം മാറുമ്പോൾ. നമുക്ക് കിട്ടുന്ന ആനന്ദം, അത് മനുഷ്യൻ കാശിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിനേക്കാളും 10 മടങ്ങാണ് നമ്മൾ ഉപാസന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടാവുമ്പോൾ കിട്ടുന്നത്. അത് ഒന്നും കിട്ടത്തില്ല. മറിച്ച് ഒരു സാധാരണ വ്യക്തി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു, കാശ് സമ്പാദിക്കുന്നു. ആ കാശ് ആർഭാടങ്ങളിൽ, സന്തോഷങ്ങളിലേക്ക് വേണ്ടി ചെലവാക്കുന്നു. ഇതിനൊരു ലിമിറ്റുണ്ട്. എന്നാൽ ഉപചാരങ്ങൾ ചെയ്ത് സാത്വികമായിട്ട് ജീവിക്കുന്നത് വഴി കിട്ടുന്ന ആനന്ദം, അത് ലൈഫ് ടൈമാണ്. അത് പൂർണ്ണമായിട്ടുള്ള ആനന്ദമാണ്. ആ വ്യക്തി ചിരിക്കുമ്പോൾ അതിന് പൂർണ്ണത വരുന്നു. മറിച്ച് ധനത്തിന് വേണ്ടി ഓടി നടന്ന് ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ മുഖത്ത് ഒരിക്കലും ആ റിയാലിറ്റി ആയിട്ടുള്ള ചിരി നമുക്ക് ദർശിക്കാൻ ആകത്തില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് പൂർവ്വജന്മത്തെ പറ്റിയുള്ള അറിവുകൾ കിട്ടാതിരിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് ജന്മനാ തന്നെ ആ കഴിവുകൾ, എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയർ, വളരുന്ന അറ്റ്മോസ്ഫിയർ, സാഹചര്യങ്ങൾ ഒക്കെ വികാരത്തെ ഉണർത്തുന്നതായതുകൊണ്ട് നാം ഈ ഒരു കലയെ അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ അത് ലോപിച്ചു പോകുന്നു. അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം ഉപചാരങ്ങൾ ചെയ്യുന്നതും ധ്യാനിക്കുന്നതും ഉപാസനകൾ ചെയ്യുന്നതും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ചിലപ്പോൾ വിളിക്കാതെ എന്തുകൊണ്ടുമ്പോൾ മാക്സിമം ഞാൻ സൈലൻറ്റിലായിരിക്കും. നിങ്ങൾക്കറിയാം, ഇവിടെ മൊബൈൽ ഞാൻ സൈലൻറ്റിലാണ് ഇടാറ്. ഡേ ടൈമിൽ 9 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം, എന്നെ കിട്ടും. ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാം വാട്സപ്പിൽ. അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് ഇനിയും നമ്മുടെ ചക്രങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുവാൻ ഞാൻ പൂർണ്ണ ഉത്സാഹനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഇങ്ങനെ തന്നെ കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.